നികേഷും നിധിയും കൂടെ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം അടിച്ച് പൊളിക്കണം, മുറ്റത്ത് മാവേലിയൊക്കെ ഇട്ട് നല്ല ഡ്രസ്സും സദ്യയൊക്കെ ഒരുക്കിയിട്ട് ഈ വർഷം നമുക്ക് അടിച്ച് പൊളിക്കണം ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷമത്തിൽ നമുക്ക് ഇതൊക്കെ ആഘോഷിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിഷമവും ഇല്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിധി. എന്നിട്ട് നികേഷ് സുധീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പൂവ് മേടിച്ചിട്ട് വരണം, നമുക്ക് മുറ്റത്ത് പൂക്കൾ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓണമല്ല ഉള്ളത്, നമുക്ക് വിഷുവാണ്, ഇപ്പോൾ കുറേ പടക്കങ്ങളായില്ലേ ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ പടക്കത്തിന് തിരികെ കൊളുത്തിയത് ഏട്ടൻ തന്നെ അല്ലേ, ഗായത്രിയുടെ കാര്യമല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഗായത്രിയുടെ ഫ്രണ്ട് വന്നിട്ട് വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഓണമായിട്ട് നീ ഇവിടെ ഇരിക്കേണ്ട, ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ നീ മാത്രം ഇങ്ങനെ പേരൻസിൻ്റെ അടുത്ത് പോകാതിരുന്ന അവർക്ക് വിഷമമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഗായത്രി ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് നീ എന്ന് പോകുന്നുണ്ടോ, ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് പോകുന്നില്ല, എനിക്ക് ഓണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. നീതു ഹരീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് വണ്ടിയിൽ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ടാങ്കിൻ്റെ കവർ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബോക്സ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പെർഫ്യൂമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണോ, ഇത് നീ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല, നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെന്തും, നിനക്ക് അങ്ങനെയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നെ നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നീതു പറയുന്നുണ്ട്. ഗിഫ്റ്റ് കണ്ടപ്പോൾ ഹരീഷിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഭാസ്കരൻ നിധിയെ വിളിച്ചിട്ട് ഓണപ്പുടവ കൊടുക്കുന്നുണ്ട്. നീ നിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ ഓണത്തിന് കോടിയൊക്കെ എടുത്ത് മുറ്റത്ത് പൂക്കളും ഓണസദ്യയൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ടാവില്ലേ, നിനക്ക് ഇവിടെ വന്നതുകൊണ്ടല്ലേ നിനക്ക് അതെല്ലാം മിസ്സായത്, എൻ്റെ മകനല്ലേ അതിനുള്ള കാരണം, അതൊന്നും ആ സന്തോഷമൊന്നും എനിക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സമ്മാനമെങ്കിലും നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കിട്ടിയത് അവൾ ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോള് കരയേണ്ട, മോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അകത്തോണ്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അകത്തോണ്ട് വെക്കാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് വരുന്നുണ്ട്. ഹരീഷ് സമ്മാനമൊക്കെ പിടിച്ചിട്ട് വരുമ്പോൾ ഭാസ്കരനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇല്ലാതെ അവനെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭാസ്കരൻ വിചാരിക്കുന്നുണ്ട്, ഞാനാണോ ഫിറ്റ് അതോ അവനാണോ ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയിട്ട് ആ ഗിഫ്റ്റ് എടുത്തിട്ട് അവിടെ അങ്ങനെ വയ്ക്കുമ്പോൾ നികേഷും എല്ലാം ബാക്കിൽ പോയിട്ട് അവൻ്റെ കയ്യിലുള്ള ലെറ്റർ തട്ടിപ്പറിച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹരീഷ് ചേട്ടന് കിട്ടിയ ഗിഫ്റ്റാണ്, നീതു കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കുള്ള ഗിഫ്റ്റ് നേരത്തെ കിട്ടി, അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓണപ്പുടവ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹരീഷ് സുധീഷിനെ കളിയാക്കുന്നുണ്ട് ഗായത്രിയുടെ പേര് പറഞ്ഞിട്ട്. ഗായത്രി ഗിഫ്റ്റൊന്നും തന്നില്ലേ, അതാണ് മുഖമൊക്കെ ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര വിഷമമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ സുധീഷ് ഹരീഷിനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വഴക്കാന്ന് പറഞ്ഞിട്ട് നിധി ഓടിക്കൊണ്ട് വന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് എറിയുന്നുണ്ട്. ഈ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്, നിങ്ങളുടെ വക്കാണോ ഉള്ള അവിടെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുക, ഒരു സന്തോഷവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഈ വീട്ടിൽ ഓണവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.